വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് സാധാരണ രീതിയിൽ വിമർശിക്കപ്പെടില്ലായിരുന്നു. പക്ഷേ അതിനു വെള്ളാപ്പള്ളി പറഞ്ഞ അറപ്പുളവാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളുണ്ട്, പ്രസ്താവനകളുണ്ട്. അതുകൊണ്ടല്ലേ അതങ്ങനെ വിമർശിക്കപ്പെട്ടത്? അത് ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പിന് കാരണമാണ്. ഒരിക്കൽ പോലും അദ്ദേഹം തിരുത്തിയില്ല, അതാണ് പാർട്ടി തിരുത്തിയില്ല. വെള്ളാപ്പള്ളി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ നേതാക്കളിൽ ഒരാളാണ്. സാമുദായിക നേതാക്കൾ അവരുടേതായ അഭിപ്രായങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട്. ഞങ്ങളതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പോകാറുമുണ്ട്. അതാണ് സാധാരണ നടക്കുന്നത്. ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്തിനാണ് ന്യൂനപക്ഷ വിരുദ്ധനാക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടെടുത്താൽ ഇപ്പോൾ കേരളത്തിൽ SIR നടപ്പിലാക്കുന്നത് ഈ കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടുകൂടിയാണ്. അതിൽ മുഖ്യമന്ത്രിയാണ് കാരണക്കാരനെന്ന പ്രചരണം ഇവിടെ ഒരു കൂട്ടം അഴിച്ചു വിട്ടിട്ടില്ലേ? അതിലെന്തെങ്കിലും വസ്തുതയുള്ളതാണോ? ആ പ്രചരണം ബോധപൂർവം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഴിച്ചുവിട്ടിയ ഒന്നാണല്ലോ. ആ പ്രചരണത്തിൻ്റെ വക്താക്കളായി നിന്നത് ശരിയായ ബുദ്ധി ജമാഅത്തെ ഇസ്ലാമിയുടേതാണെങ്കിലും അതിൻ്റെ പ്രചാരകരായിട്ട് നിന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരല്ലേ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ. അപ്പോൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവരും അല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. നമ്മൾ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായ പരാമർശം നടത്തിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ മേൽനോട്ടം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നടത്തുന്നൊരു ബെഞ്ചുണ്ട്. ഇവിടെ ഒരു ജാമ്യാപേക്ഷയാണെന്ന് തോന്നുന്നു. ഒരു ബെഞ്ച് ഒരു ബെഞ്ചിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അന്വേഷണ കമ്മീഷനെതിരായിട്ടാണോ കേസ് കേൾക്കുന്ന ഡിവിഷൻ ബെഞ്ചിനെതിരായിട്ടാണോ എന്നത് അദ്ദേഹവും ഹൈക്കോടതിയും പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാനതിൽ മറുപടി പറയാനാളല്ല. കാരണം ഞാൻ പറയട്ടെ, കാരണം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാകെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈക്കോർട്ട് ബെഞ്ചാണ്. ആ ബെഞ്ചിൻ്റെ മുന്നിലാണ് കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. അവരാണ് ഈ അന്വേഷണ സംഘത്തെ ഇടയ്ക്ക് ബന്ധപ്പെടുകയും കാര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയതാണ്. അന്നേരം അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ കമ്മീഷനെ ബാധിക്കുന്നൊരു കാര്യമല്ല. കാരണം അന്വേഷണ കമ്മീഷൻ നല്ല കൃത്യതയോടെ വ്യക്തതയോടെ അന്വേഷിച്ചു പോവുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ പരാമർശം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. ഇദ്ദേഹത്തിൻ്റെ പരാമർശം എങ്ങനെ വന്നു എന്നുള്ളത് ഹൈക്കോടതി പരിശോധിച്ച് നോക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മിനിസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. 2009 തൊട്ട് പോറ്റിയ ശബരിമലയിൽ കയറിയാണ്. ടോട്ടൽ ഇന്റലിജൻസ് ഫെയിലിയർ ആണ്. ഈ വ്യക്തി UDFന്റെ ഭരണകാലത്തും അതിനുള്ളിൽ കയറി സ്വർണം മോഷ്ടിച്ചു എന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി CMന്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ മറ്റു തരത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ? ചെവിയിൽ പറയുന്നതൊന്നും എൻ്റെ ചെവിയിലായിരിക്കില്ല. അത് സാധാരണ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയൊക്കെ ഇരുന്ന ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള
ശീലം വെച്ച് പറയുന്നതായിരിക്കും. അതൊന്നും ഞാൻ പറയട്ടെ, അതൊന്നും എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങളൊരു മാന്യത വെച്ച് സാധാരണ മര്യാദ അനുസരിച്ചും ഇത്തരം കേസുകളിലൊന്നും മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കാൻ അധികം പോകാറില്ല. ഇതൊക്കെ ഒരു കേസാണ്. ആ കേസിൽ ആരാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ തട്ടിപ്പുകാർ ഏത് കൂട്ടത്തിൽപ്പെട്ടവരായാലും നിയമത്തിൻ്റെ കരങ്ങളിൽ പെട്ട് എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് നല്ല കോൺഗ്രസ് ബാന്ധവമുള്ളവരാണ്, നല്ല കോൺഗ്രസിൻ്റെ ആളുകളുമാണ്. ആരുടെയും പേര് ഞങ്ങളാരും ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്താ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താ അതിൻ്റെ കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേരും എടുത്തുപയോഗിക്കുന്നുണ്ടാവും, എൻ്റെ ചിത്രങ്ങളും അതിനുവേണ്ടി വക്രീകരിച്ച് ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കാണാതെ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ ഇവർ നല്ല രീതിയിലും ഏതെല്ലാം തരത്തിൽ LDFനെ ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ, പാട്ടുകൾ, പിന്നെ സഖാക്കളെ കള്ളന്മാരെന്ന് വിളിക്കൽ, ഇങ്ങനെയെല്ലാമുള്ള പലതും നടക്കുകയാണ്.